രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഭരണപരമായ നേട്ടങ്ങൾ അവർക്കൊന്നും പറയാനില്ല. രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ എന്നവർക്ക് പറയാനില്ല. അവരാകെ ചെയ്യുന്നത് വർഗീയമായ ചേരിതിരിവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മതവിശ്വാസികളും രാവിലേക്ക് വരുള്ളൂ. അപ്പൊ അങ്ങ് അപ്പുറം താമസമായതുകൊണ്ട് പുതിയ വീട്ടിലോട്ട് താമസമായത്. ഞാൻ ഇന്ന് ഇവിടെ രാവിലെ 6-7 മണി വരെ ഇവിടെ ഉണ്ട്. അനൗൺസ്മെന്റ് ഒക്കെ. ഇപ്പം മറ്റേത് ഇവിടെ വന്നിട്ടല്ലേ വീട്ടിലോട്ടായി പോകും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഥയമ്പലത്തിലൂടെയല്ലേ താമസിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. സൊസൈറ്റിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരെയുള്ളൂ. മലബാർ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുന്നു. ബാക്കിലെത്തുന്ന അതെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ വിശ്വാസങ്ങളെയുമാണ്. എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ മതവിശ്വാസങ്ങളെയും യോജിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ആദരവാണ് കോൺഗ്രസ് എന്നും കാണിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചത് മതനിരപേക്ഷതയും മതേതരത്വവും ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവുമാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഖഫിലൂടെ മുസ്ലിം സഹോദരന്മാർ അല്ലെ മുസ്ലിം മതസമൂഹം അവരുടേതായി കണക്കാക്കിയിരുന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്.
ഭരണഘടന